ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഗ്രാമറിൻ്റെ അഡ്വർബാണ്. അഡ്വർബും പിന്നെ കൈൻഡ് ഓഫ് അഡ്വർബുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കിപ്പോൾ നോക്കാം. അഡ്വർബ്. ആൻ അഡ്വർബ് ഈസ് എ വേർഡ് ദാറ്റ് ആഡ് സംതിങ് ടു ദ മീനിങ് ഓഫ് എ വെർബ് ആൻ അഡ്ജക്റ്റീവ് ഓർ അനദർ വെർബ് എന്ന് വെച്ചാൽ ഒരു ക്രിയയോ നാമവിശേഷണത്തെയോ ക്രിയവിശേഷണത്തെ തന്നെയോ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് അഡ്വർബ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഷീ സാങ് വെൽ എന്ന് വെച്ചാൽ അവൾ നന്നായി പാടി. ഹീ റൈറ്റ്സ് വെരി നീറ്റ്ലി, അവൻ നന്നായിട്ട് എഴുതുന്നുണ്ട്, വൃത്തിയായിട്ട് എഴുതുന്നുണ്ട്. ഷീ ഈസ് വെരി വീക്ക്, അവൾ ഭയങ്കര വീക്കാണ്. ഹീ വാക്ക്ഡ് ഫാസ്റ്റ്, അവൻ വേഗത്തിൽ നടന്നു. ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്ക് കൈൻഡ് ഓഫ് അഡ്വർബ് നോക്കാം. കൈൻഡ് ഓഫ് അഡ്വർബിൽ നമുക്ക് ഒരു അഞ്ചോ ആറോ എണ്ണോ ഉണ്ട്. നമുക്ക് ഏതൊക്കെ ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ അഡ്വർബ് ഓഫ് മാനർ എന്ന് പറഞ്ഞാൽ അഡ്വർബ് വിച്ച് ഷോസ് ഹൗ സം ആക്ഷൻ ഈസ് ഡൺ ഓർ കാൾ അഡ്വർബ് ഓഫ് മാനർ എന്ന് വെച്ചാൽ അഡ്വർബിനകത്ത് ഓരോ ആക്ഷൻസ് ഒക്കെ നടക്കും, അത് കാണിക്കുന്നതിനാണ് നമ്മൾ അഡ്വർബ് എന്ന് പറയുന്നത്. അഡ്വർബ് ഓഫ് മാനർ എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ഹൗ സം ആക്ഷൻ ഈസ് ഡൺ, ആക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് അഡ്വർബ് ഓഫ് മാനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ നോക്കാം. എക്സാമ്പിൾ, ബിനു വർക്ക് ഹാർഡ്, ബിനു നല്ലപോലെ കഷ്ടപ്പെടുന്നു എന്നാണ് ഇത് വരുന്നത്, വർക്ക് ഹാർഡ്. ഓക്കെ, ഐ സ്ലെപ്റ്റ് സഡൻലി, ഞാൻ പെട്ടെന്ന് കിടന്നു എന്നാണ് ഇത് വരുന്നത്. ഐ സ്ലെപ്റ്റ് സഡൻലി, ഞാൻ പെട്ടെന്ന് കിടന്നു. പിന്നെ ഹീ വെൻറ്റ് ഓൾവേസ് സാഡ്ലി, അവൻ പതുക്കെ വിഷമിച്ച് പോയി. രണ്ടാമത്തെ നമുക്ക് നോക്കാം. അഡ്വർബ്സ് ഓഫ് ടൈം എന്ന് വെച്ചാൽ അഡ്വർബ്സ് വിച്ച് ഷോസ് വെൻ സം ആക്ഷൻ ഈസ് ഡൺ ആർ കോൾഡ് അഡ്വർബ്സ് ഓഫ് ടൈം എന്ന് വെച്ചാൽ അഡ്വർബ് കാണിക്കുന്നത്, അതായത് ഒരു ആക്ഷൻ നടക്കുന്നതിനാണ് നമ്മൾ അഡ്വർബ് ഓഫ് ടൈം. ഒരു സമയത്ത് ആക്ഷൻ നടക്കുമ്പോൾ ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിനെയാണ് നമ്മൾ അഡ്വർബ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഷോസ് വെൻ ഫങ്ഷൻ ഡൺ ആർ കോൾഡ്. ഓക്കെ, ഏത് സമയത്താണ് നടക്കുന്നതെന്ന് ആ ഒരു സമയത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അഡ്വർബ് ഓഫ് ടൈം. പിന്നെ എക്സാമ്പിൾ നോക്കാം. ഷീ കെയിം ലേറ്റ്, അപ്പോൾ അവൾ ലേറ്റായിട്ടാണ് വന്നത്. ലേറ്റായിട്ട് വരുമ്പോൾ അതൊരു സമയമാണ് സൂചിപ്പിക്കുന്നത്. സുരേഷ് വിസിറ്റ് മെൻ ഡെയിലി, സുരേഷ് വന്നിട്ട് ഡെയിലി വിസിറ്റ് ചെയ്യും, ഡെയിലി പോകും. ഇന്ദ്ര ഫാമിലി ലീവ്ഡ് ഹിയർ, ഇന്ദ്ര വന്നിട്ട് കോമൺലി ഇവിടെയാണ് താമസിക്കുന്നത്. ഓക്കെ, ഇന്ദ്ര ഫാമിലി ലീവ്ഡ് ഹിയർ, ഇന്ദ്ര ഫോമലായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്, അതാണ് വരുന്നത്. ഇത് കാലത്തേക്കാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് അഡ്വർബ് ഓഫ് പ്ലേസ് നമുക്ക് നോക്കാം. അഡ്വർബ്സ് വിച്ച് ഷോസ് വേർ സം ആക്ഷൻ ഈസ് ഡൺ ആർ കോൾഡ് അഡ്വർബ് ഓഫ് പ്ലേസ്. അഡ്വർബ് വന്നിട്ട് എവിടെയാണ് ഒരു ആക്ഷൻ നടക്കുന്നതിനാണ് നമ്മൾ അഡ്വർബ് എന്ന് പറയുന്നത്. ഒരു പ്ലേസ്, ഒരു സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ ആക്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്തെയാണ്, അതുകൊണ്ടാണ് നമ്മൾ അഡ്വർബ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലീല വെൻറ്റ് ഹോം, ലീല വെൻറ്റ് ഹോം. ഓക്കെ, അപ്പോൾ ലീല വെൻറ്റ് ഹോം, അവൾ വീട്ടിൽ പോയി. പിന്നെ മോഹൻ ഹാസ് ഗോൺ ഔട്ട്, മോഹൻ പുറത്തു പോയി. രാധ ലോക്ക്ഡ് അപ്പ്, രാധ ഒന്ന് നോക്കി എന്നാണ് പറയുന്നത്, ലോക്ക്ഡ് അപ്പ്. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്, ഒരു സ്ഥലത്തേക്കാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അഡ്വർബ്സ് ഓഫ് ഡിഗ്രി. ഡിഗ്രി അഡ്വർബ്സ് വിച്ച് മോഡിഫൈ അഡ്ജക്റ്റീവ്സ് ആൻഡ് അതർ അഡ്വർബ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ടു വാട്ട് ഡിഗ്രി ആർ കോൾഡ് അഡ്വർബ് ഓഫ് ഡിഗ്രി എന്ന് വെച്ചാൽ അഡ്വർബും ഒരു മോഡിഫൈ ചെയ്യുന്നത് അഡ്ജക്റ്റീവിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. ആൻഡ് അതർ അഡ്വർബ്സ്, ഓക്കെ, വേറെ അഡ്വർബിനെയും കൂടി മോഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആൻസർ ചെയ്യുന്നത് ക്വസ്റ്റ്യൻസാണ്. ക്വസ്റ്റ്യൻസിനാണ്. ടു വാട്ട്, ഓരോ ക്വസ്റ്റ്യൻസ് ചോദ്യം പോലെയാണ് ഇത് ആൻസർ ചെയ്യുന്നത്. വാട്ട് അഗ്രി, പിന്നെ അതിനെയാണ് നമ്മൾ അഡ്വർബ് ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ചോദ്യത്തെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, വാട്ട് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ അപ്പോൾ നമുക്ക് നോക്കാം. സംഗീത ഈസ് വെരി ബ്യൂട്ടിഫുൾ, സംഗീത കാണാൻ നല്ല ഭംഗിയാണ്. ഷീജ ഈസ് എ ടോൾ ആസ് സജിത, ഷീജ വന്നിട്ട് സജിതയെക്കാട്ടിലും നീളമുള്ള ആളാണ്. യു ആർ പാർട്ട്ലി റൈറ്റ്, നിങ്ങൾ പറയുന്നത് പകുതി ശരിയാണ്. അടുത്തത് വന്നിട്ട് ഇൻട്രോഗേറ്റീവ് അഡ്വർബ്സ്. ഓക്കെ, അഡ്വർബ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ഇൻട്രോഗേറ്റീവ് അഡ്വർബ്സ്. അഡ്വർബ്സ് വന്നിട്ട് ഒരു ചോദ്യം പോലെ ചോദിക്കുന്നതിനെയാണ് നമ്മൾ അഡ്വർബ്സ് എന്ന് ഇൻട്രോഗേറ്റീവ് അഡ്വർബ്സ് എന്ന് പറയുന്നത്. അതിന് വന്നിട്ട്
വൈ ആർ യു ലേറ്റ്, അപ്പോൾ നിങ്ങൾ എന്താ താമസിക്കുന്നത്, അതാണ് ഇൻട്രോഗേറ്റീവ് അഡ്വർബ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇൻട്രോഗേറ്റീവ് അഡ്വർബ് ഓഫ് റീസൺസ് ആണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് വേ ഡു യു സ്റ്റേ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, അത് ഇൻട്രോഗേറ്റീവ് അഡ്വർബ് പ്ലേസ് ആണ് വരുന്നത്. ഇനി അടുത്തത് ഹൗ മെനി ബോയ്സ് ഹാവ് പാസ്ഡ്, എത്ര പേരാണ് പരീക്ഷയ്ക്ക് പാസ്സായത് എന്ന് പറയുമ്പോൾ അഡ്വർബ് ഓഫ് ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റിയാണ് സൂചിപ്പിക്കുന്നത്, എത്ര പേരാണെന്നുള്ളത്, അതാണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി ആറാമത്തെ വന്നിട്ട് അഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. അഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി ആൻസർ ദി ക്വസ്റ്റ്യൻ ഹൗ ഓഫ്റ്റൺ, എത്ര ഓഫ്റ്റൺ ആണെന്നാണ് സൂചിപ്പിക്കുന്നത്, എത്ര ഇതായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഓഫ്റ്റൺ എന്ന് വെച്ചാൽ എത്രത്തോളമാണ് സൂചിപ്പിക്കുന്നത്, എത്രത്തോളം ആൻസർ അഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആൻസർ ദ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് എത്രത്തോളമാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് അതിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് ഐ ഹാവ് ടോൾഡ് യു ത്രൈസ്, ഞാൻ നിങ്ങളോട് 3 പ്രാവശ്യം പറഞ്ഞു. രാധ ഈസ് ഓഫ്റ്റൺ ലേറ്റ്, രാധ എപ്പോഴും വൈകിയാണ് വരുന്നത്. ഹി ഓൾവേസ് കംസ് ഇൻ ടൈം, അവൻ എപ്പോഴും സമയത്താണ് എത്തുന്നത്. ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ഫൈനൽ വന്നിട്ട് അഡ്വർബ്സ് ഓഫ് റീസൺ. അഡ്വർബ്സ് ഓഫ് റീസൺ സിഗ്നിഫൈ റീസൺ എന്ന് വെച്ചാൽ അതൊരു റീസണിനെ സിഗ്നിഫൈ ചെയ്യുകയാണ്. ഓക്കെ, സിഗ്നിഫൈ ചെയ്തിട്ട് പറയുകയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാരണം സൂചിപ്പിക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മൾ അഡ്വർബ് ഓഫ് റീസൺ പറയുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് ബാബു ദെയർഫോർ ലെഫ്റ്റ് സ്കൂൾ, ബാബു വന്നിട്ട് സ്കൂൾ വിട്ടു. ഹി വാസ് ബീറ്റൺ സോ ഹി ക്രൈഡ്, അവനെ അടിച്ചത് കൊണ്ടാണ് അവൻ കരയുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത് അഡ്വർബ് ഓഫ് റീസൺ. ഇനി നമുക്ക് ഇത് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, സോ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് അഡ്വർബ്. ഐഡൻറ്റിഫൈ ദി അഡ്വർബ്സ് ഓഫ് ദ ഫോളോയിങ്, ഇതേത് ഞാൻ വെർബാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നിഷ ഈസ് വെരി ഓസം, ലേഖ ആൾവേസ് കംസ് ഓൺ ഡ്യൂട്ടി, സന്ദീപ് വാസ് ഗോൺ ഫോർ ഷോപ്പിംഗ്, ദീപു റോട്ട് എ സ്റ്റോറി, ഹി കെയിം ബൈ ബസ്. ഇതാണ് നമ്മൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ ഓർഡർ. ഇപ്പോൾ ഒന്നാണെങ്കിൽ ഏന്നിട്ടിട്ട് അതിൻ്റെ ഏതാണ് വരുന്നത്, അഡ്വർബ് ഓഫ് ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ അത് എഴുതുക. 2, 3 അതുപോലെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ്റെ ഫ്യൂച്ചർ ടെൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആൻസർ ഞാനിപ്പോൾ പറയുകയാണ്. ഓൾറെഡി ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്നാണ് ഞാൻ ഇതിൻ്റെ ആൻസർ റിപ്പീറ്റ് ചെയ്യാനില്ല. ബൈ നെക്സ്റ്റ് ഇയർ എന്നിട്ട് ഐ ഷാൾ ഹാവ് ബീൻ കംപ്ലീറ്റ് മൈ ഡിഗ്രി എന്നിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പിന്നെ ഹീ വിൽ കം ബൈ ട്രെയിൻ, അത് വന്നിട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് വരുന്നത്. ഐ ഷാൾ ഹാവ് കംപ്ലീറ്റഡ് 2 years ഓഫ് മൈ ബർത്ത്ഡേ, ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് വരുന്നത്. മൈ ബ്രദർ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ ടു യു എഗെയിൻ, ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ അത് ഇത്രയൊക്കെയാണുള്ളൂ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിലും ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റിൽ ഫസ്റ്റായിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പുതിയൊരു ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കൊമേഴ്സ് മാസ്റ്റർ 2024. എൻ്റെ ആ ചാനലും കൂടെ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും അക്കൗണ്ട്സ് പഠിക്കുന്നവരാണെങ്കിൽ എൻ്റെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയും സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയും പിന്നെ അക്കൗണ്ടൻസി ടിപ്സും ഒക്കെയാണ്. ആ ക്ലാസ്സിൽ ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങളത് കണ്ടു നോക്കുക. ആരെങ്കിലും അക്കൗണ്ട്സ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലൊന്ന് കയറി കണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഈ ചാനൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ആ ചാനലും കൂടി നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകുമ്പോൾ അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.